ഇത് വൻകിട കുത്തക മുതലാളിമാർക്ക് ഇന്ത്യയിലെ പ്രമാണിമാരായിട്ടുള്ള മുതലാളിമാർക്ക് അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി കടലിനെ വിറ്റും അവർക്ക് സൗകര്യം ജീവിക്കാനുള്ള ഒത്താശയാണ് ചെയ്യുന്നത്. പക്ഷെ മത്സ്യത്തൊഴിലാളിയെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ കടൽ വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നിത്തരം ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. പാർലമെൻറ്റിനകത്ത് ഞങ്ങൾ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. വരുന്ന 10-ാം തീയതി ഉന്നയിക്കുന്ന പാർലമെൻറ്റിൽ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും ഇപ്പോൾ കേരള നിയമസഭ ഒടുവിലാണെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ജനങ്ങളുടെ വികാരം ആ പ്രമേയം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായി കേരള ജനത ഈ ഒരു കച്ചവടത്തെ, കള്ളക്കച്ചവടത്തെ എതിർക്കും. അതിനുള്ള വലിയ ഊർജ്ജമാണ് ഇന്ന് കിട്ടിയത്. മത്സ്യത്തൊഴിലാളികളെല്ലാവരും സഹകരിച്ചു. അവരെല്ലാം അവരുടെ ജീവിത പ്രശ്നമായിട്ട് അവർ കണ്ടു. അവരെല്ലാം കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ആ സമരത്തിൽ ഉജ്ജ്വലമായിട്ടുള്ളൊരു മുന്നോട്ട് ഉണ്ടാവും. സെസ് ഏർപ്പെടുത്തി വികസനം നടത്തി സെസ് ഏർപ്പെടുത്തി കേരളത്തെ പിടിക്കാനുള്ള തീരുമാനിച്ച് ആ പൂതി മനസ്സിലിരിക്കുകയുള്ളൂ. അത് കേരളത്തിൽ നടപ്പാൻ പോകുന്നില്ല. കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല. അവർ ചെയ്യേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടി സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ആവശ്യമായ ആശ്വാസം കൊടുക്കുന്നതിന് പകരം പാവപ്പെട്ടവരെ പിഴിയാൻ വേണ്ടി സെസ്സും ഫീസും ഒക്കെ ആയിട്ട് വന്നാൽ അത് അവർ മനസ്സിൽ വെക്കത്തേ ഉള്ളൂ. അത്തരം പൂതി നടപ്പിലാകാൻ പോകുന്നില്ല കേരളത്തിൽ. ഒരു മാഷ് പറയുന്ന വിശ്വാസമുണ്ട്. അത് നാളെ മാറ്റി പറയും. ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നു, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നു. അതൊക്കെ അത്ര കാര്യമാക്കണ്ട. പക്ഷേ അവരുടെ പാർട്ടി അത്ര ഒരു തീരുമാനമെടുക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി. ഇത് ബംഗാളിലെ പാർട്ടിയുടെ തകർച്ച, ആ തകർച്ചയുടെ വഴിയിലേക്കാണ് കേരളത്തിനെയും കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത്. അത് അവരുടെ തകർച്ചയിലേക്ക് അവസാനിക്കുന്നു.